ഒരു മൂലകം എന്തുകൊണ്ടാണ് വ്യത്യസ്ത അവസ്ഥകളിൽ കാണപ്പെടുന്നത് എന്നതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന 3 ബോർ ആറ്റം മാതൃകകൾ ശ്രദ്ധിക്കൂ. അവ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജന്റെ മറ്റൊരു പേരാണ് പ്രോട്ടിയം. ഇവ ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ആദ്യമായി പ്രോട്ടിയം എടുക്കുകയാണെങ്കിൽ പ്രോട്ടിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും 1 ആണ്. പ്രോട്ടിയത്തിൽ ന്യൂട്രോണുകൾ ഒന്നും തന്നെ ഇല്ല. പ്രോട്ടിയത്തിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 ആണ്. ഡ്യൂട്ടീരിയം പരിശോധിക്കുകയാണെങ്കിൽ ഡ്യൂട്ടീരിയത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം 1 ആണ്. ഡ്യൂട്ടീരിയത്തിന്റെ ആറ്റോമിക് നമ്പർ 1ഉം മാസ് നമ്പർ 2ഉമാണ്. അടുത്തതായി ട്രിഷിയം നോക്കുകയാണെങ്കിൽ ട്രിഷിയത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം 1ഉം അവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം 2ഉമാണ്. ട്രിഷിയത്തിന്റെ ആറ്റോമിക് നമ്പർ 1ഉം മാസ് നമ്പർ 3ഉമാണ്. ഇവയിൽ ഏത് കണങ്ങളാണ് വ്യത്യാസമായിട്ടുള്ളത്? ന്യൂട്രോണുകളാണല്ലേ. ഇവയിൽ ഏതു കണങ്ങളാണ് ഒരുപോലെ ഇരിക്കുന്നത്? പ്രോട്ടോണുകളും ഇലക്ട്രോണുകളുമാണ് ഒരുപോലെ ഇരിക്കുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണം ഒരുപോലെ ആയതുകൊണ്ട് ഇവയെല്ലാം ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളാണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് നൽകിയിരിക്കുന്നത്. അവയാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഐസോടോപ്പുകളുടെ ഭൗതിക ഗുണങ്ങൾ വ്യത്യാസമാണെങ്കിലും അവയുടെ രാസഗുണങ്ങൾ ഒന്നു തന്നെ ആയിരിക്കും.